കർത്താവിന്റെ മഹത്വം നിങ്ങളെല്ലാവരും വന്ദനം ചൊല്ലുന്നു. നമ്മുടെ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ വിഷയമാണ് സാത്താന്റെ ബന്ധനവും 1000 ആണ്ട് വാഴ്ചയും. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തെ പഠനത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. അത് എത്രത്തോളം ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ, എനിക്ക് കിട്ടിയ ദൈവകൃപയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു വിശദീകരണം ആവശ്യമെങ്കിൽ അത് ആത്മാവ് നമുക്ക് നൽകുന്ന കൃപയ്ക്കനുസരിച്ച്, പ്രചോദനത്തിനനുസരിച്ച് നൽകാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് അടുത്ത ഒരു സെക്കൻഡ് പാർട്ട് എന്ന നിലയിൽ ചെറിയ ഒരു പ്രധാന വിഷയത്തിന് ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് നൽകുന്നത്. ആരംഭമായിട്ട് ഞാൻ പറയാം, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബൈബിളിനെ ഒരിക്കലും ഞാൻ വ്യാഖ്യാനിക്കത്തില്ല. നമ്മുടെ വചന പഠന രീതി ബൈബിൾ വ്യാഖ്യാനം അല്ല. ഇത് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ബൈബിൾ വ്യാഖ്യാനിച്ചും അതിനെ വളച്ചോടിച്ചും ഒക്കെയുള്ള സമൂഹത്തിന് നടുവിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത്. വചനത്തെ വചനം കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക. അപ്പം ഇത് മനസ്സിലാക്കിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ മാനുഷികമായ വിശദീകരണങ്ങൾ ആവശ്യമായിട്ട് വരും എന്നേ ഉള്ളൂ. എന്നാൽ തിരുവെഴുത്തിനെ തിരുവെഴുത്ത് കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിക്കാനാണ് നമ്മൾ ആ രീതിയാണ് അവലംബിക്കുന്നത്. ദാറ്റ് ഈസ് ദ എക്സജസിസ്, ദാറ്റ് ഈസ് ദ അനറോളജി ഓഫ് ഫെയ്ത്ത്. So I will never be an eisegesis. That means I will never cherry pick. അവിടെ കുറെ വാക്യം, ഇവിടെ കുറെ വാക്യം, ഒരു 5 വാക്യം ഒരുമിച്ചെടുത്തൊരു പ്രസംഗം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നോൺസെൻസ് ഞാൻ ചെയ്യത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സന്ദേശം ആരുടെയും കയ്യടി വാങ്ങാനോ പ്രശംസ പറ്റാനോ അല്ല. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ കൊടുത്ത് സ്ഥാപിച്ച അവൻ്റെ വിശുദ്ധ സഭയും അവിടുത്തെ രാജ്യവും തേജസ്സോടും മഹത്വത്തോടും സത്യത്തിന്റെ തൂണായി നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ ഇന്നും വരാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം എങ്ങനെയാണ്? അനന്തരം ഒരു ദൂതൻ കയ്യിൽ ഒരു താക്കോലും ഒരു വലിയ ചെങ്ങലയുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഈ ദൂതൻ ദൈവത്തിന്റെ യഹോവയുടെ ദൂതനായിരുന്നു എന്നും ആ ദൂതൻ പ്രധാന ദൂതനായിരുന്നുവെന്നും ആ പ്രധാന ദൂതൻ മൈക്കിൾ എന്ന് പറഞ്ഞാൽ മിഖായേൽ എന്ന് പറയും. മിഖായേൽ എന്ന് പറയുന്ന ദൂതനായിരുന്നുവെന്നും അത് ക്രിസ്തുവേശുവിൻ്റെ ചിത്രമായിരുന്നു എന്നുമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രസ്താവിച്ചു. അതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യമെങ്കിൽ നമുക്ക് മറ്റൊരു സ്റ്റഡി നടത്താം. കാരണം ഇതിനകത്ത് ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ വിശദമാക്കേണ്ട 100 കണക്കിന് കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ടാകും. പലപ്പോഴും അത് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഈ നിലയിൽ ചിന്തിക്കാത്തവർക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ചില ആളുകൾ പറയാറുള്ളത് ദൈവദൂതൻ എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ച്. അവർ അങ്ങനെ ഒരു കമന്റ് ആരോ ഇടുന്നത് കണ്ടായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാരെ മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷഭാവമായിരുന്നു എന്നും ആ ദൈവത്തിന്റെ ദൂതനാണ് പുതുനിയമത്തിൽ അതെ ഇസ്രായേലിന്റെ പ്രഭുവായി മിസ്രയീമിൽ നിന്ന് ജനത്തെ കൊണ്ടുവന്ന കർത്താവായി മോശയുടെ ശരീരത്തോട് വാദിച്ചപ്പോൾ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞ യഹോവയുടെ ദൂതനായി വേഷത്തിൽ മനുഷ്യനായി യഹോശുവ അല്ലെങ്കിൽ യശിവ എന്ന പേരിൽ ഭൂമിയിലേക്ക് കടന്നു വന്ന യഹൂദന്മാരുടെ 1-ാം നൂറ്റാണ്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ യഹോവ ഷായ് എന്ന പേരിൽ ലോകത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. 2 ദൗത്യമായിരുന്നു ക്രിസ്തുവിനുള്ളത്. 1-ാമത്തെ ദൗത്യം ഒരു ചെങ്ങലയുടെ ദൗത്യം, 2 ഒരു താക്കോലിന്റെ ദൗത്യം. താക്കോൽ തുറക്കാനുള്ളതും ചെങ്ങല ബന്ധിക്കാനുള്ളതും. താക്കോൽ എന്ന് പറഞ്ഞാൽ പാതാളത്തിന്റെ താക്കോൽ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്ന് പറഞ്ഞാൽ പാതാളം തുറക്കണം, ക്യാപ്റ്റീവ്സിനെ പുറത്തുവിടണം. നമ്പർ 2, അതിന് കാരണക്കാരനായ മരണാധികാരിയായവനെ ബന്ധിക്കണം. അതിന്റെ കാരണമായ സിസ്റ്റത്തെ മൊത്തം നീക്കം വരുത്തണം. 2 ദൗത്യവുമായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചിത്രമാണ് നമ്മൾ 20-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു.
ചിലതിനൊക്കെ ഞാൻ മറുപടി ആവശ്യമുള്ളത് കൊടുക്കും. ചില മറുപടികൾ, ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, അറിയാനുള്ള ആഗ്രഹത്തോടെ ചോദിക്കുന്നവരുണ്ട്, കുരുക്കാനുള്ള ആഗ്രഹത്തിൽ കുരുക്കാൻ വരുന്നവരെ കാണുമ്പോൾ എനിക്കറിയാം അങ്ങനെയുള്ളൊരു വിഷ്ടവും കൃപയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വളരെ ജെന്യൂനായി ചോദിക്കുന്നവർക്ക് നമുക്ക് മറുപടി കൊടുക്കാം. കുരുക്കാൻ വരുന്നവർക്ക് അതിനനുസരിച്ചായിരിക്കും മറുപടി. അവർക്കൊരിക്കലും കൃത്യമായ ബോധ്യപ്പെടുത്തലിന്റെ ആവശ്യം ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്കില്ല, കർത്താവിന് പോലും ഇല്ല. അപ്പൊ പിന്നെ ഞാനും ആ പാത തന്നെ പിന്തുടരുക. വേദോസത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക, വെളിപ്പാട് ദിവസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇതിനെ സംബന്ധിച്ച വിശാലമായ പഠനങ്ങൾ മുൻപോട്ടുള്ള യാത്രയിൽ ഉണ്ടാകും. വെളിപ്പാട് ദിവസം 1-ാം അധ്യായം നമുക്കറിയാം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച ആകത്തുക അല്ലെങ്കിൽ അതിന്റെ പേർപ്പസ് 1-ാം അധ്യായത്തിൽ കാണാം. 2-ഉം 3-ഉം അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത് കാണാൻ പറ്റും. 7 സഭകൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അന്ന് ഭൂമിയിൽ 7 സഭകളെ ഉണ്ടായിരുന്നു എന്നല്ല. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ എടുത്തത് അപ്പോസ്തലനായ പൗലോസിന്റെ ആ മെത്തേഡിൽ നിന്ന്. പൗലോസ് 7 സഭകൾക്ക് ദൂത് എഴുതിയിട്ടുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിൽ 7 സഭകൾക്ക് വേണ്ടിയുള്ള ദൂതുകളാണ്. കൊരിന്ത്യ ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം, ഗലാത്യ ലേഖനം, എഫേസ് ലേഖനം, പിന്നെ അങ്ങനെയുള്ള ഫിലമോൻ, എബ്രായർക്ക് എഴുതിയ ലേഖനം, ഇങ്ങനെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, 7 ലേഖനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ 7 ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിൽ 7 സഭകൾ ഉണ്ടായി എന്നല്ല അർത്ഥം. അപ്പൊ 7 എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് ആണ്. അപ്പൊ 7 കംപ്ലീറ്റ്നെസ് ആയതുകൊണ്ട് അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന 7 ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ സഭകളെയും കൂടെ ചേർത്താണ് അത് പറയുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കും. അതായത് 7 ചർച്ചസിന് എഴുതുമ്പോൾ ദാറ്റ്സ് ഫോർ ദ കംപ്ലീറ്റ് ചർച്ചസ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇതിന്റെ ഫസ്റ്റ് പർപ്പസ് ഏറ്റവും കൂടുതൽ ഈ ഒരു വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ, അതായത് വരുവാൻ പോകുന്ന ജൂയിഷ് വാറിൽ ബാധിക്കപ്പെടാൻ പോകുന്ന സഭകൾ ഏഷ്യൻ മൈനറുള്ള സഭകളാണ്. എന്നാൽ അതേസമയം ലോകത്തിന്റെ പല നാടുകളിൽ, എസ്പെഷ്യലി റോമിൽ വരെ AD 70 ജൂയിഷ് വാറിന്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ 7 സഭകൾക്ക് എഴുതുമ്പോൾ അത് അന്ന് നിലവിലുള്ള മുഴുവൻ സഭകളെയും കൂടെ അറിയിക്കുന്ന ആലോചനകളായി തന്നെയാണ് തുടരേണ്ടത്. ഈ സത്യമാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ബ്രദറൻ സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട്. കാലഘട്ടം 7 ആയിട്ട് തിരിച്ചിരിക്കുന്നു. അത് എഫെസോസിന്റെ കാലഘട്ടം, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ലവോദിക്ക കാലം. ഇതൊക്കെ ജനത്തെ കബളിപ്പിക്കാനുള്ള ബൈബിളിന്റെ മെത്തേഡാണ്. ഇതല്ല ഇതിന്റെ പർപ്പസ്. ഇതിനെയൊക്കെയാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് വ്യാഖ്യാനങ്ങളാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഇന്റർപ്രറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഐ വാണ്ട് ടു, എന്ത് പറയേണ്ടത്, പൊരുൾ തിരിക്കുക എന്നൊക്കെ പറയും. തിരുവെഴുത്തുകൾ പൊരുൾ തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വചനത്തെ മറ്റൊരു വചനം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുക, കണക്ട് ചെയ്ത് തരും. സോ ലിസൺ ടു മീ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 3 അധ്യായം വരുമ്പോൾ 7 സഭകളെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് 4-ാം അധ്യായം മുതൽ, അതായത് ശ്രദ്ധിക്കണേ, ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ഏകദേശം 5 രീതിയിലാണ്, 5 സ്റ്റോറീസ് ആണ് കാണുന്നത്. 5 ലേയേഴ്സ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നോട്ട് ചെയ്യുക. 5 ലേയേഴ്സ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. അത് ചാപ്റ്റർ 4 മുതൽ 4-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേൾക്കുന്നു, സിംഹാസനത്തിൽ കാണുന്നു, ഒരുവൻ ഇരിക്കുന്നത് കാണുന്നു, അവന് മൂപ്പന്മാരെ കാണുന്നു. അതിനുശേഷം താഴ്ത്തു വരുമ്പോൾ സിംഹാസനത്തിന് ശേഷം സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകങ്ങൾ കാണുന്നു. അവിടെ ഒരു കുഞ്ഞാട്, താഴ്ത്തു വായിക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം, ഇത് ഞാൻ വിശാല പഠനം അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. കാൽവറി മരണമാണ് ആരംഭത്തിൽ പ്രദർശിപ്പിക്കുന്നത്. സിംഹാസനമുണ്ട്, മൂപ്പന്മാരുണ്ട്, ജീവികളുണ്ട്, ദൈവത്തിന്റെ എന്തു പറയുന്നത്, ആത്മാവാകുന്ന 7 കണ്ണുകളുണ്ട്, 7 ജ്വാലകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നറേഷൻസ് ഇങ്ങനെ കൊടുത്തിട്ട് മുദ്ര പൊട്ടിപ്പാനും എന്തു പറയുന്നത് യോഗ്യനായ ആരുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പുസ്തകം വായിപ്പാനും തുറക്കുവാനും, പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെങ്കിലും കാണായിക്കൊണ്ട് ഞാൻ അറിഞ്ഞപ്പോൾ മൂപ്പന്മാരും കരുണയുടെ യഹൂദ ഗോത്രത്തിൽ സിംഹം ദാവീദിന്റെ പേരുമായും പുസ്തകം അതിന്റെ മുദ്രകളും 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞ് ക്രൈസ്റ്റിനെ ആദ്യം വെളിപ്പെടുത്തുകയാണ്. അവനെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്ന അവൻ
യഹൂദ ഗോത്രത്തിലെ സിംഹം. പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ പേര് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ പേര് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. സിംഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് പാപം ചുമക്കുന്ന ജോലിയല്ല. സിംഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇരകളെ കീറുന്ന ജോലി. അപ്പൊ ജഡ്ജ്മെന്റിന് വേണ്ടി വരുന്ന മിശിഹായുടെ ചിത്രം, ജഡ്ജ്മെന്റിന് വേണ്ടി വരുന്ന മിശിഹായുടെ ചിത്രമായി ആ വരാൻ പോകുന്ന ആളായിട്ട്, ആ സിംഹമായിട്ട് അവനെ കാണിക്കുമ്പോൾ തന്നെ സിംഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ സിംഹാസനത്തിന്റെ നാലു ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഇതിന്റെ അർത്ഥം എന്താ അറിയാമോ? വലിച്ചു കീറി ന്യായവിധി നടത്താൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് നിൽക്കുന്ന സിംഹം. ഞാൻ പറഞ്ഞ വചനം കൊണ്ട് പുനരുദ്ധരിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോന്നിനും സമയം കിട്ടും. ദീസ് തിങ്സ് അല്ലെങ്കിൽ ഈ ഒരു സിംഹം എന്ന കോൺസെപ്റ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ പ്രോഫസി ഓഫ് ജൂഡ അക്കോർഡിംഗ് ടു ജേക്കബ് ഇൻ ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 49. നിങ്ങൾ അവിടെ പോയി ആ സമയം അവിടെ നറേഷൻ ഉണ്ട്, വായിച്ചു നോക്കണം. സിംഹി പോലെ പതുങ്ങി കിടക്കുന്നു, ഇരപിടിച്ച് കയറി കിടക്കുന്നു, അവനെ ആറുണർത്തും. ഇതെല്ലാം തന്നെ ഈ ഒരു വെളിപ്പാട് പുസ്തകവുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഏതെങ്കിലും ദിവസങ്ങൾ പഠിപ്പിക്കും. ഇതിന്റെ ആഴങ്ങൾ നമ്മൾ എല്ലാ ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ പ്രൈവറ്റ് സ്കൂളിലാണ്. നിങ്ങൾക്ക് അത് കടന്നു വരാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, യു ക്യാൻ കം വിത്ത് ദ രജിസ്ട്രേഷൻ. കാരണം ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ രജിസ്റ്റേർഡ് പീപ്പിൾ. ഇറ്റ്സ് എ പ്രൈവറ്റ് സ്കൂൾ, ഇറ്റ്സ് നോട്ട് ഫോർ എ പബ്ലിക്. കാരണം അത് അങ്ങനെ അത്യാവശ്യമുള്ളവർക്ക് മാത്രം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം. ഓക്കെ, ഇവിടെ ന്യായം വിധിക്കാൻ വന്നു നിൽക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്, അധികാരിയാണ്, രാജാവാണ്. അവനാ ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതേസമയം അടുത്ത ചിത്രം എന്താണ്? കുഞ്ഞാട് അറുക്കപ്പെട്ടു പോലെ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? വെറുതെ ചാടിക്കേറി കീറാൻ വന്നതല്ല. അതിനു മുമ്പ് അവൻ കൊല്ലപ്പെട്ടു, അവൻ രക്തം ചിന്തി, അവൻ നിങ്ങളെ വിമോചിപ്പാൻ വന്നു, രക്ഷിപ്പാൻ വന്നു. അവന്റെ കാൽവരി ക്രൂശിനാൽ പാപങ്ങൾക്ക് മോചനം. അതായത് അവന്റെ ക്രൂശിലൂടെ അവൻ മരിച്ചു, അവന്റെ മരണം സംഭവിച്ചു, അവൻ നിങ്ങളെ രക്ഷിപ്പാൻ വന്നു, അവന്റെ രക്തത്താൽ നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനമുണ്ട് എന്ന സന്ദേശത്തെ സിംഹാസനത്തിന് മുമ്പിൽ ഉയർത്തി കാണിച്ച ശേഷമാണ് പറയുന്നത് അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹം. അപ്പം ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ഈ ഒരു നറേഷൻ ശ്രദ്ധിക്കണം. അതായത് അവിടെ യെറുശലേമിൽ സംഭവിക്കാൻ പോകുന്ന മഹോപദ്രവമായിട്ടോ, അല്ലാതെ ഇത് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം നിങ്ങൾ ഇനി എത്ര എടുത്ത് ആധുനിക ലോകമായിട്ട് കണക്ട് ചെയ്താലും 900 വ്യാഖ്യാനം ഉണ്ടാകും. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ താഴ്മയോട് പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പുസ്തകമായിരുന്നു വെളിപ്പാട് പുസ്തകം. വായിച്ചാലിട്ട് മനസ്സിലാവത്തില്ല. കാരണം ഞാൻ ഒരുപാട് ബൈബിൾ സ്റ്റഡിയിൽ പോയിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന TJ ശാമുവൽ സാറിന്റെ 1-2 സീരീസ് ഓഫ് സ്റ്റഡി ഞാൻ എൻ്റെ ചെറുതായിട്ട് പകരുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം എടുത്ത പോലെ അല്ല രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ വരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ രീതിയാണ്. അത് 10 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ പഠനങ്ങളാണ്, ചെറിയ വർഷങ്ങൾ കൊണ്ട്. എനിക്ക് അന്നേ ഒരു പന്തിക്കേട് തോന്നുകയാണ്, ഇതെന്താ ഇത്? വേദപുസ്തകത്തിന് 10,000 വ്യാഖ്യാനം. അത് കഴിയുമ്പോൾ അതിരൂപൻ എന്ന് പറയുന്ന ഒരു ആളിന്റെ പുസ്തകം വായിക്കാൻ തുടങ്ങി. അത് അതിനേക്കാൾ അതിവിരൂപമായിരുന്നു. ഇങ്ങനെ പിന്നെ എസെക്കിയേൽ സാറിന്റെ പുസ്തകങ്ങളെ, ബ്രദറൻകാരുടെ പുസ്തകങ്ങളെ, ഏത് പുസ്തകം വായിച്ചാലും കൃത്യമായ വ്യാഖ്യാനങ്ങൾ, കൃത്യമായ പൊരുള് ഒരൊറ്റയാളുടെ പുസ്തകത്തിൽ കണ്ടു. ഏകദേശം എൻ്റെ അറിവിൽ ഒരു 20-ന് മുകളിൽ 20-22 വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് മുഴുവൻ ആളുകളും പറയുന്നത് എന്തറിയുമോ? ഭാവിയിൽ അന്തിക്രിസ്തു വരുന്നു, സത്യത്തിൽ പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകത്തിൽ ആന്റി ക്രൈസ്റ്റ് ഇല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ആന്റി ക്രൈസ്റ്റ് ഇല്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ നറേഷൻ ഒന്ന്, ജഡ്ജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ അക്കോർഡിംഗ് ടു ദ ലോ, മുഴുവൻ നിയമപ്രകാരം. നമ്പർ 2, the destruction of the Hades and the destruction of the death. പാതാളത്തിനും മരണത്തിനുമുള്ള അവസാനം. 3, പുത്തനെറുശലേമിന്റെ വരവ്, പുതുഭൂമിയുടെ ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ദ ന്യൂ കവനന്റിന്റെ പ്രസന്റേഷൻ. അല്ലാതെ ഇതിനകത്ത് ഇന്ന് കാണുന്ന ആധുനിക ലോകത്തെ ഒരു
സംഭവങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ച കൃത്യമായ ഒരു റഫറൻസ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം അത്രയ്ക്ക് ഞാൻ ഹൃദയത്തിൽ വേദനയോടെ പറയുന്നത്. കാരണം 22 വായിച്ചാൽ നിങ്ങൾ 200 വായിച്ചോ, 200 രീതിയിലാണ്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത്, ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനത്തിന് അതിൻ്റെതായ ഒരു പർഷാത്ത് എന്ന് പറയും, ഒരു പ്ലെയിൻ മീനിങ് ഉണ്ട്. ദാറ്റ് ഈസ് റൈറ്റ് ഫോർ എവ്രിവെയർ. അതായത് അതിനൊരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അത് ഭൂമിയിൽ എവിടെ പോയാലും സെയിം ആണ്, മാറ്റമില്ല. അങ്ങനെ മാറുന്നെങ്കിൽ അവർ ചെയ്ത വ്യാഖ്യാനം തെറ്റാണ്, അല്ലാതെ ബൈബിളിന്റെ തെറ്റല്ല. ഓക്കെ, എൻ്റെ വിഷയം അതല്ല, നമ്മൾ സാധാരണ ബന്ധിക്കുന്ന കാര്യം. പക്ഷെ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ബോധിക്കത്തുള്ളൂ. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണേ, 4-ാം അധ്യായം തുടങ്ങുന്നത് എന്താണ്? ഇത് ഫസ്റ്റ് ഇത് ശ്രദ്ധിക്കണേ, 5 പാരലാണ്. പാരൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെയിൽവേയുടെ ലൈൻ പോകുന്നത് പോലെ 5 ലൈൻസ് ഇങ്ങനെ ഇട്ടേക്കും. ഈ 5 ലൈനിലും 4 എണ്ണവും ഒരേ കാര്യത്തിന്റെ നറേഷൻ. ഒന്നുകൂടെ പറഞ്ഞത്, നമ്മളിപ്പോൾ വലിയ കൺവെൻഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാലോ, ഒരുപാട് ക്യാമറ കാണും. നമ്മുടെ നാട്ടിൽ വളരെ ഒരുപാട് ക്യാമറ നടത്തില്ല. ഞാനൊരിക്കലും when I was in South Africa, നമ്മുടെ പാസ്റ്റർ ക്രിസ് ഒയാക്കിലോമയുടെ ഒരു കോൺഫറൻസിൽ പോയ സമയത്ത്, അപ്പൊ അന്ന് സൗത്ത് ആഫ്രിക്കയിൽ അവരുടെ ഒരു ഓഡിറ്റോറിയം, മേ ബി ഒരു 5,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട്. 5,000 അല്ല, ഒരു 10,000 ആൾക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ ചുമ്മാതിരുന്ന് എൻ്റെ മലയാള ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നോക്കി അവിടെ ക്യാമറസ്. അന്ന് നമുക്ക് മൊബൈൽ മാത്രമുള്ള ആളാണ്, ഇന്നും മൊബൈൽ മാത്രമേ ഉള്ളൂ, നമുക്ക് ക്യാമറയൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ക്യാമറയിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ കാണാം, എണ്ണി അവസാനം 26 ക്യാമറയാണ്. 26 ക്യാമറയാണ് ആ ഒരൊറ്റ ഓഡിറ്റോറിയത്തിനകത്ത്. ഒരു ഞാനിത് ശ്രദ്ധിക്കണേ, ഞാനിത് ഒരു സ്റ്റഡി പോലെ പോകും. ഒരു സ്റ്റേജിലേക്ക് തന്നെ ഏകദേശം 6-7 ക്യാമറകൾ പല ആംഗിളിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. ഇത് മുഴുവൻ ഒരിടത്ത് കൊണ്ടുവന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ പുറത്തിറക്കുന്നത്. അപ്പം സ്റ്റേജിൽ നോക്കുക ഒരു ക്യാമറ. അപ്പൊ അത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. അത് അവിടെ അതേ സംഭവം നടക്കുന്ന സമയത്ത് ഈ ജനത്തിന് അഭിമുഖമായിട്ടൊരു ക്യാമറ വെക്കുമ്പോൾ, അതേ സംഭവം അവിടെ നടക്കുമ്പോൾ തന്നെ ജനത്തിന് അഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നു, വേറൊരു ക്യാമറ ചലിക്കുന്നു. അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മറ്റ് ഏതെങ്കിലും രോഗികൾ സൗഖ്യമാകുന്ന ഭാഗത്ത് അവിടെ വേറൊരു ക്യാമറ ചലിക്കുന്നു. പിന്നെ ഡെലിഗേറ്റ്സ് ആയിട്ട് ആളുകൾ വന്നു അവരുടെ മേൽ വേറൊരു ക്യാമറ പതിക്കുന്നു. VIP എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെയാണല്ലോ, VIP ചില കോൺഫറൻസിലൊക്കെ ഉണ്ട്. ഈ ചെന്നൈയിൽ ഒരു കോൺഫറൻസ്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവർ VIP എന്ന് പറയും. ഏതാണെന്ന് അറിയത്തില്ല. ലോകത്ത് എല്ലാവരും ദൈവമക്കളും VIP എന്ന് ഈ മന്ദബുദ്ധികൾക്ക് അറിയത്തില്ല. സോറി, ഈ VIP എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട് അവർ ക്യാമറ പതിപ്പിക്കുന്നു. VIP എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ പൈസ കൊടുക്കുന്നതാണ് എൻ്റെ അർത്ഥം കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് പൈസക്കാരനേ ഉള്ള അർത്ഥമല്ല, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നല്ല. കൂടുതൽ കാശ് കൊടുക്കുന്നവരെല്ലാം പിടിച്ച വഴി. അപ്പൊ അവിടെ ഒരു ക്യാമറ ഒരു പരിഹാസം പറഞ്ഞു കേട്ടു. കാരണം ഇതൊക്കെ പരിഹാസമൊന്നുമില്ല, ഇതൊക്കെ വിഷമമുള്ള കാര്യമാണ്. കാരണം ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് ചെറിയവനും വലിയവനൊന്നുമില്ല. വി ആർ ഓൾ ആർ വൺ. അത് കാണാത്തടത്തോളം കാലം കിങ്ഡം ഓഫ് ഗോഡ് അല്ല. അല്ലെങ്കിൽ അതൊക്കെയും നമ്മുടെ എന്റർപ്രൈസസ് പോലെയാകത്തുള്ളൂ. സോ ജസ്റ്റ് ഐ ലീവ്. സോ ഇവിടെയൊക്കെ വേറൊരു ക്യാമറ, അവിടെ വേറൊരു ക്യാമറ, എല്ലാ ക്യാമറയും ഡിഫറെന്റ് ആംഗിളാണ്. ഇസ്രായേലിൽ യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച്, ക്രിസ്തുവേശുവിന്റെ വരവ്, ക്രിസ്തുവിന്റെ മിഷൻ, ക്രിസ്തുവിന്റെ കാൽവരി മരണം, ക്രിസ്തുവിന്റെ ആധിപത്യം, ഒന്നുകൂടെ പറഞ്ഞാൽ ഫ്രം ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ജഡ്ജ്മെന്റ്, കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഈ നറേഷൻ ഏകദേശം 4 ക്യാമറയിലൂടെ 4 പാരലായിട്ട് വിശദീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാനത് ജസ്റ്റ് സൂചിപ്പിക്കാം, ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങുന്ന എവിടെയാണ്? 4-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. പിന്നെ നമുക്കവിടെ മുദ്ര പൊട്ടിക്കുന്നുണ്ട്, 6-7 മുദ്രകൾ പൊട്ടുന്നു. പിന്നെ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 12,000 പേര്, 12,000 പേരുള്ള 144 പേര്. അതൊരു ഫിഗറേറ്റീവ് സംഖ്യ കേട്ടോ, അല്ലാതെ എക്സാക്ട്ലി 144,000 പേര് എന്ന് പറയുന്ന ഗ്രൂപ്പൊന്നും അല്ല. പിന്നെ അതിനുശേഷം മുദ്രകൾ 7 മുദ്ര പൊട്ടിക്കുന്നു. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുക? കുറെ സംഭവം. അത് കഴിഞ്ഞിട്ട് 7 കാഹളം വരുന്നു. 7-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നോക്കണേ? 11-ാം അധ്യായത്തിലേക്ക് വരിക. 7-ാം ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു.
അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ മഹാഘോഷമുണ്ടായി. സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവണു വേണ്ടി ദൈവത്തെ നമസ്കരിച്ചു. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ച് നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാർ പ്രവാചകന്മാർക്ക് വിശുദ്ധന്മാർക്ക് ചെറുവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പാനുള്ള കാലം. സോറി കേട്ടോ, ഞാൻ വേഗത്തിൽ വായിച്ചു. അപ്പൊ എവിടെ എന്താ മതി? രാജ്യത്വം ഏറ്റെടുത്തു. രാജ്യത്വം 7ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ദ ജഡ്ജ്മെന്റ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കമ്മിങ് ടു ദ കൾമിനേഷൻ. അപ്പൊ 4ാം അധ്യായത്തിൽ തുടങ്ങിയ ആ ക്യാമറ, ആ പ്രോഗ്രാമിന്റെ ഫോക്കസ് 11ാം അധ്യായത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോഴത്തേനും 19 നോക്കുമ്പോൾ, അപ്പോൾ സ്വർഗത്തിൽ ദേവാലയം തുറന്നു, നിയമപെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. എന്റെ അർത്ഥം എന്താ? ദിസ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. എന്ത് പറയുന്നത്? എവറിത്തിങ്, ജഡ്ജ്മെന്റ്, റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് എ കൾമിനേഷൻ ഓഫ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. It's finished. That's the first camera. The first camera. ഇനി 11ാം അധ്യായത്തിന്റെ തുടർച്ചയല്ല 12. ദയവായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഞാൻ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കല്ല. കാൽവറിനാഥന്റെ ക്രൂശ് മരണത്തെ ചിത്രീകരിക്കുന്നത് അതുമുതൽ അവൻ രാജ്യത്വം ഏറ്റെടുക്കുന്നത് വരെയുള്ള അവന്റെ 2ാം വരവ്. നോക്കി, ഇവിടെ നോക്കിയേ, ഓരോരുത്തർക്ക് പ്രതിഫലം കൊടുപ്പാൻ വരുമെന്ന്. എപ്പോഴാണ് യേശു പ്രതിഫലം കൊടുക്കാൻ വരുന്നത്? മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വരികയും ഓരോരുത്തർക്കും അവരുടേതായ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുക. അതായത് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം ആ ഒരു ക്യാമറയിൽ ആ പ്രോഗ്രാം ഒരു പാരലായിട്ടിങ് ഞാൻ നിൽക്കുന്നത് 4 മുതൽ 11 വരെ. ജഡ്ജ്മെന്റ്, the kingdom of God, heavenly, വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്ന എബ്രായ ലേഖനം 9ാം അധ്യായത്തിന്റെ 8ാം വാക്യം. പക്ഷെ ഇവിടെ നോക്കിയേ, യേശു 2ാമത് വന്നതുകൊണ്ട്, ഇവിടെ 2ാമത് വന്നതിന് പ്രതീകം ഇത്. അവന്റെ സെക്കൻഡ് കമ്മിങ് സംഭവിച്ചത് കൊണ്ട് ദേവാലയം തുറന്നു, നിയമപെട്ടകവും പ്രത്യക്ഷമാലെ. എന്റെ നിയമപ്പെട്ടിരിക്കുന്ന എവിടെയാ? മോസ്റ്റ് ഹോളി പ്ലേസ്. അതിന്റെ അർത്ഥം എന്താ? മോസ്റ്റ് ഹോളി പ്ലേസിലേക്കുള്ള വഴി തുറന്നിട്ടില്ല, കാരണം മുൻകൂടാരം നീങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ 4 മുതൽ 11 വരെയുള്ള ആ പാരലിനകത്ത് എന്ത് സംഭവിച്ചു? മുൻകൂടാരം നീങ്ങിപ്പോയി, മരിച്ചവർക്ക് പുനരുത്ഥാനം ഉണ്ടായി, വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി. എന്ന് പറഞ്ഞാൽ ഇറ്റ് കം ടു എ കൺക്ലൂഷൻ, എ കൺഫർമേഷൻ. വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ ദ കൺസ്യൂമേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് and of the new covenant. Chapter 4 to 11, the last part. In chapter 12 is different. പിന്നെ തുടങ്ങും അടുത്ത പാരൽ, അടുത്ത 2ാം ക്യാമറ. 2ാമത്തെ ക്യാമറയിൽ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലേക്കൊന്നും അല്ല പോകുന്ന, സിംഹാസനത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഒന്നുമല്ല കാണിക്കുന്നത്. മറിച്ച് എന്താ കാണിക്കുന്നത്? 12 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ വലിയൊരു അടയാളമുണ്ടായി, സൂര്യൻ അണിഞ്ഞ ഒരു സ്ത്രീ, അവന്റെ കാൽക്കീഴ് ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ട് കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കേട്ടു വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാൻ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തീനിറമുള്ള ഒരു മഹാസർപ്പം. ഇത് ഐ വിൽ ടീച്ച് യു ലൈറ്റ്. അതായി മഹാസർപ്പം എന്നൊക്കെ. ഇത് യൂറോപ്യൻ യൂണിയൻ ആണ്, റോം ആണെന്നൊക്കെ പറയുന്നതിലുണ്ട്. ഇറ്റ്സ് നോട്ട് ട്രൂ. മഹാസർപ്പം ആരാന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാത്താനും പിശാചും പഴയ പാമ്പുമായ മഹാസർപ്പം ഡ്രാഗൺ ഇസ് ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് പ്രീസ്റ്റ് സെൻഹദ്രീൻ സംഘം, ജൂയിഷ് റൂളേഴ്സ്, റിലീജിയസ് റൂളേഴ്സ്. The demons, who is the demons? The demons are the disobedient citizens in the kingdom of God. So that's why God sent his disciples to cast them out from the kingdom of God. The demons are the disciple of this high priest. Once Paul was like that. Paul was the right hand of the dragon to kill the people. മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് എന്താ വാങ്ങിച്ചു? അധികാരപത്രം വാങ്ങി യേശു ക്രിസ്തുവിന്റെ മക്കളെ കൊല്ലാനും സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിഴയ്ക്കാനും കൊന്നുമുടിക്കുവാനുള്ള അധികാരം കൊടുത്തവനാണ് അധികാരി, മരണാധികാരിയായ പിശാച്.
മഹാപുരോഹിതനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ ഏതാ ഈ മരണാധികാരി എന്ന്. നമ്മൾ തിരുവെഴുത്തുകളെ ഞാൻ തിരുവെഴുത്ത് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്നത്. എനിക്ക് എല്ലാ റെഫറൻസും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത്, കാരണം എൻ്റെ വിഷയം അതല്ല. ജസ്റ്റ് കമ്മിങ് ആൻഡ് ഗോയിങ്. ഞാൻ പോകുന്നതെല്ലാം എവറിത്തിങ് വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ് ഫ്രം ദ ബൈബിൾ. മേ ബി ഞാൻ ഈ പറയുന്നതിനകത്ത് ഒരുപക്ഷെ ക്ലാരിറ്റി വരാതെ ഉണ്ടാകാം, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഐ ആം നോട്ട് എ സൂപ്പർ ഹീറോ, ഐ എം ഓൾസോ എ സ്റ്റുഡൻറ്. കഴിഞ്ഞിടയ്ക്ക് ഒരു ബൈബിൾ കോളേജ് ഒരു സാർ എന്നോട് ചോദിച്ചു, നീ ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ടോ? വലിയ പാസ്റ്റ്, സീനിയർ പാസ്റ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ല. നിനക്ക് ബൈബിൾ ഡിഗ്രി ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതെന്താ ഇല്ലാത്ത, എന്താ പഠിക്കാതെ? അതിൻ്റെ എല്ലാം കുഴപ്പമൊന്നും നിനക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ബൈബിൾ പണ്ഡിതനും അല്ല, ബൈബിളിന്റെ സ്കോളറും അല്ല, ഞാൻ ബൈബിൾ ഗ്രാജുവേറ്റ് അല്ല, ഐ എം എ ബൈബിൾ സ്റ്റുഡൻറ്. ബൈബിൾ സ്റ്റുഡൻറ്. ഐ നോ ദാറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഓൺവേഴ്സ് ഐ സ്റ്റഡി ടു ലേൺ ദ ബൈബിൾ, റീഡ് ദ ബൈബിൾ. ഫസ്റ്റ് എനിക്ക് റീഡ് ചെയ്യാൻ അറിയത്തുള്ളൂ, ചുമ്മാ ഇരുന്ന് വായിക്കുക. ഞാൻ ആയിരക്കണക്കിന് പൊട്ടത്തരങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പെന്തക്കോസ്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അനുദപിക്കുന്നു, മാനസാന്തരപ്പെടും. ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ, ജനങ്ങളെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് വായി വരുന്നത് ഒരു വാക്യം കൊണ്ടെടുക്കുക, അതിൻ്റെ ഒരു നറേഷൻ കൊടുക്കുക, നമുക്കൊരു ഇമാജിനേഷൻസ് ഉണ്ടല്ലോ, അടിക്കുക. ഇന്ന് രാത്രി ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ പിളരാൻ പോകുന്നു, മുമ്പിൽ വഴികൾ തുറക്കാൻ, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ചുമ്മാ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. ഒന്നും വർക്കൗട്ട് ആകത്തില്ല. ആ നിമിഷം തൽക്കാലത്തേക്ക് എഴുന്നേറ്റ് ജനങ്ങൾ കൈയടിക്കും, നമ്മൾ സ്വതരാജ്യം വാങ്ങിച്ച് വീട്ടിൽ പോകും. ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. മറന്നുപോകരുത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഞാനിതെൻ്റെ വിഷയം കൊണ്ട് ഇങ്ങോട്ട് വിടുക. ഇപ്പൊ ഇവിടെ ഒരു മൃഗത്തെ കാണാൻ പറ്റും, അത് ഹൈ പ്രീസ്റ്റ് ആണ്. ഇനി അവിടെ നോക്കി, ഇവിടെ എന്താ കാണുന്നത്? ആ സ്ത്രീ വേദനപ്പെട്ടൊരു മകനെ പ്രസവിക്കുകയാണ്. ഞാൻ എന്തിനാ നേരം ഈ ഇടയ്ക്ക് ഇതൊക്കെ പറയുന്നത്? ജസ്റ്റ് ഒന്ന് കൂളാൻ. എനിക്ക് വേണമെങ്കിൽ റേഡിയോ പോലെ സംസാരിക്കാൻ പറ്റും. ജസ്റ്റ് ഐ വോണ്ട് ടോക്ക് ടു കാഷ്വലി. ഐ നീഡ് ടു സേ മൈ ഫെയിലിയേഴ്സ് ടു, മൈ മെസ്സപ്പ് ടു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് മെസ്സപ്പായ ഒരാളാണ്. ഐ ഫെയിൽഡ് മെനി ടൈം. I failed means that doesn't mean that I didn't kill anybody. പക്ഷെ നമ്മുടെ ലൈഫിനകത്ത് ഉയർച്ച താഴ്ചകൾ 1000 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വചനത്തിലെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് അന്ന് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ കുറെ കഴിയുമ്പോൾ നമുക്ക് ബോധം വരുമ്പോൾ പിന്നെ നമുക്കത് അയ്യോ അതങ്ങനെ ആയിരുന്നില്ല എന്ന് തോന്നും. അതങ്ങനെ ആയില്ലെങ്കിൽ ആയില്ലെന്ന് പറയാനുള്ളൊരു കൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കത്തില്ല, അത് വചനത്തിന്റെ മറ്റൊരു വെളിപ്പാട്, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ അബദ്ധം പറ്റിയെങ്കിൽ അബദ്ധം പറ്റിയെന്ന് പറയാനുള്ള ആർജവത്വം ഒരു ദൈവവേദന എന്ന നിലയിൽ എനിക്കുണ്ട്. ഞാൻ അത് ലജ്ജിക്കുന്നില്ല. കാരണം എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു ലജ്ജയില്ല. ചിലർക്ക് അത് ഭയങ്കര ലജ്ജ, എനിക്ക് ലജ്ജയൊന്നും. എനിക്ക് തെറ്റ് പറ്റി, ഞാൻ തെറ്റിട്ട് പറയാം, എനിക്ക് എന്താണ്? കാരണം എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട മഹാദൈവത്തെ പ്രസാദിച്ചു. ഓക്കെ, ഞാൻ രക്ഷപ്പെടും. ഇവിടെ മഹാസർപ്പം വാലിൽ, ഓക്കെ, ഇതെല്ലാം ഇതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു ക്ലാസ് എടുത്തോളാം കേട്ടോ. ഇവിടെ ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു, ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. ദാറ്റ്സ് ക്രൈസ്റ്റ്. കഴിഞ്ഞ ഇടയ്ക്ക് വേറൊരു ബ്രദറിന് നമ്മുടെ ഗ്രൂപ്പിനകത്ത് വന്നൊരു സംശയം പറഞ്ഞു. ഞാൻ അതിനും കൂടെ ക്ലാരിറ്റി കൊടുത്തിട്ട് ഇതിനകത്ത് പോകാം. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: മേലാൽ സംഭവിക്കാനുള്ളത്. ഇത് അദ്ദേഹം കേൾക്കുന്നെങ്കിൽ അദ്ദേഹത്തെ കൂടെ ഞാനത് ടാഗ് ചെയ്യാം. ഇദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വചനത്തെ വചനം കൊണ്ടാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ. അങ്ങനെങ്കിൽ മേലാൽ സംഭവിക്കാനുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞല്ലേ ബൈബിൾ തുടങ്ങിയത്? ഏതാ ഇവിടെ? ഉൽപ്പത്തിയിൽ, സോറി റെവലേഷൻ ചാപ്റ്റർ 4. അതെ. അങ്ങനാണെങ്കിൽ ഈ 12-ാം അധ്യായം മേലാൽ സംഭവിക്കാനുള്ളതല്ലേ? നല്ലൊരു ചോദ്യം. ഇവിടെ ഒരു ആൺകുട്ടിയെ സ്ത്രീ പ്രസവിക്കുന്നത് ഇത് തന്നെയല്ലേ യെശയ്യാവിന്റെ പറഞ്ഞ 66-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളുള്ളത്? ഒരു ദിവസം കൊണ്ട് ഒരു നഗരമുണ്ടാകുമോ? ഒരു കുട്ടി, അവൾ വേദനപ്പെട്ടു മകനെ പ്രസവിച്ചു. അവിടെ ഒരു പ്രസവം കാണാൻ പറ്റും, ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയും ഇതും തന്നെ സെയിം അല്ലേ? ബോത്ത് ആർ സെയിം. But there is a difference. Here is the birth of Christ. There is also the birth of Christ. That is, അതായത് in Isaiah chapter, just I want to read that verse. Listen to me. നമുക്കിതൊരു ലൈവ് പ്രോഗ്രാം ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ കൂടുതൽ ലൈവായിട്ട് ചെയ്യാനുള്ള ടെക്നിക്കൽ വശം ഇനി കൂടുതൽ അറിയത്തില്ല. പിന്നെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ.
ഭംഗിയായിട്ട്, അതായത് നമ്മൾ ഈ ബൈബിളിലെ വാക്യങ്ങളൊക്കെ സ്ക്രീനിൽ കാട്ടിക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ബൈബിൾ വായിക്കാതെ തന്നെ ജസ്റ്റ് ക്യാൻ കമ്പ്യൂട്ടറിനകത്ത് തന്നെ അത് ചെയ്ത് ആളുകളെ കാട്ടി, ഹീബ്രു വേർഡ് ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും അങ്ങനെയൊക്കെ കാട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു എത്തും പിടിയില്ല. അപ്പം ഞാൻ അതിലേക്ക് എന്തെങ്കിലും പോവാം നമുക്ക്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോണേ, അവിടെ ഒരു സ്ത്രീ 12-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ ഒരു അസൂര്യണിഞ്ഞ സ്ത്രീ വേദനപ്പെട്ട മകനെ പ്രസവിക്കുന്നു, ആൺകുട്ടിയെ പ്രസവിക്കുന്നു. അതുപോലെ തന്നെ നോക്കി യെശയ്യാവിന്റെ 66-ാം അധ്യായത്തിന് 6-ാം വാക്യം, നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്ന് നാദം കേൾക്കുന്നു, തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. ഇത് ഐ ജസ്റ്റ് വാണ്ട്, ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റെവലേഷൻ അബൌട്ട് പ്രൊഫസി അബൌട്ട് പെൻഡക്കോസ്റ്റ്. ലിസൺ, 66-ന്റെ 6-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഇസ് എ റെവലേഷൻ അബൌട്ട് പെൻഡക്കോസ്റ്റ്. പെൻഡക്കോസ്റ്റിൽ എന്താ സംഭവിച്ചത്? മന്ദിരത്തിൽ നിന്ന് നാദം കേൾക്കുന്നു. ഏതാ? യെരുശലേം ദേവാലയത്തിലെ. once again I want to tell you, on the day of Pentecost the Holy Spirit came in the temple of God, not in the upper room, not in the hotel room. പരിശുദ്ധാത്മാവ് ഹോട്ടൽ റൂമിൽ ഇല്ല. പരിശുദ്ധാത്മാവും ഹോട്ടൽ റൂമുമായിട്ട് ബന്ധമില്ല. പരിശുദ്ധാത്മാവും ദേവാലയവുമായിട്ടാണ് ബന്ധം. പരിശുദ്ധാത്മാവും പഴയ നിയമ സിസ്റ്റവുമായിട്ടാണ് ബന്ധം. അതത് മനസ്സിലാക്കണം. Because Holy Spirit came on the day of Pentecost. Pentecost is a festival of the Jewish community according to the law. But Pentecost പരിശുദ്ധ റൂഹ വല്ല ഹോട്ടൽ മുറി വന്ന പറ്റത്തില്ല. It should come to the temple of God because God once again restored the temple of God. കാരണം next 40 years God is going to function through the temple. ലോ ഇസ് നോട്ട്, നിയമം മാറാൻ പോകുന്നില്ല, പൗരോഹിത്യം മാറാൻ പോകുന്നില്ല, ഒന്നും മാറുന്നില്ല, യാഗങ്ങൾ നിർത്താൻ പോകുന്നില്ല, എല്ലാം ഉണ്ട്. എവറിത്തിങ് ഇസ് ഗോയിങ് ടു കണ്ടിന്യൂ അണ്ടിൽ ഇറ്റ് കം ടു ടോട്ടൽ ഫുൾഫിൽമെന്റ്. അല്ലാതെ യേശുക്രിസ്തു കാൽവറി മരിച്ച ഉടനെ എല്ലാം അങ്ങ് തീർന്നു പോയി എന്ന് ആരും പറയരുത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഫിനിഷ്ഡ്. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആയി. ന്യായപ്രമാണം ഒരിക്കലും പൂർണ്ണമായില്ല. ദ ലോ വാസ് നോട്ട് ഫുൾഫിൽഡ് ഓൺ ദ ക്രോസ്. The law was expired on the cross. ഞാൻ പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്, this statement I can preach many hours from the Bible. We are trying, we are learning. ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, മണിക്കൂറുകൾ നമ്മൾ we are spending in the presence of God to read the Bible and study. Okay, ഒരു നാദം കേൾക്കുന്നു. എന്താ നാദം കേട്ടെ? അപ്പോസ്തലർ പ്രവൃത്തി നോക്കിക്കേ. When you read the book of Acts chapter 2, 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിരുമുഴക്കമുണ്ടായി. എവിടെ നിന്ന്? സ്വർഗ്ഗത്തിൽ നിന്നൊരു മുഴക്കം ഉണ്ടായെന്ന. ഹിയർ ഇൻ ഐസയ ചാപ്റ്റർ 66 verse 6 പറയുന്നു, നഗരത്തിരുമുഴക്കം കേൾക്കുന്നു. അടുത്ത വാക്യം നോക്കി, ആകാശത്തിൽ മുഴക്കമുണ്ടായ അവർ ഇരുന്ന് വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല വിളർന്നിരിക്കുന്ന നാവുകൾക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരും മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞ ഒരു ആത്മാവ് അവർ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിലേക്കുള്ള സകലജാതികളിൽ നിന്നും യെരൂശലേമിൽ നിന്ന് പാർക്കുന്ന യഹൂദന്മാരെ വ്യക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഞാൻ സ്പീഡിൽ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കുക. ഓക്കെ, ആ മുഴക്കമുണ്ടായപ്പോൾ പുരുഷന്മാർ വന്നുകൂടി. ആ മുഴക്കം എവിടെ നിന്ന്? പട്ടണത്തിൽ നിന്ന്, മന്ദിരത്തിൽ നിന്നുള്ള മുഴക്കം. മന്ദിരത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു. നഗരം എന്ന് പറഞ്ഞാൽ യെരൂശലേം കേട്ടോ. ദ സിറ്റി ആൻഡ് ഇൻ ദ ഹൗസ്. നാദം കേൾക്കുന്നു. തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. ദാറ്റ് ഇസ് ടങ്സ്. ടങ്സ് എന്ന് പറയുന്നത്, അന്യഭാഷ എന്ന് പറയുന്നത് is a language of judgment, the sign of judgment. Tongues. എന്നോട് ഇതിപ്പോൾ എത്ര കേൾക്കുന്നത്, എത്ര പേര് അനുകൂലിക്കുന്ന അറിയത്തില്ല. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ വിയോജിക്കാം, അനുയോജിക്കാം, നിങ്ങൾക്ക് ഡിസ്കഷൻ വേണം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങളെ വിയോജിപ്പ് അറിയിക്കാം, നമുക്കൊരു എക്സ്പ്ലനേഷൻ നൽകാം. The language of tongues is the language of judgment. But God used the language of judgment to convey a message to the people, those who gather over there from the different part of diaspora, from the different part of the Roman world.
ഫ്രം ദ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ പ്രവാസത്തിൽ പോയിന്ന് മടങ്ങി വന്ന ജനം. അടുത്തത് യഹോവയുടെ നാമം തന്നെ. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ആൺകുട്ടി ആരാണ്? ഒരു ദേശം, എ നേഷൻ. ഒരു ജാതി ഒന്നായിട്ട് ജനിക്കുമോ? സിയോന് നോവ് കിട്ടിയ ഉടനെ അവൾ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. സിയോന് നോവ് കിട്ടിയ ഉടനെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഒരു ദേശം ഒരു മണിക്കൂർ കൊണ്ട് ജനിക്കും. യെസ്, on the day of Pentecost, when the Holy Ghost came there was a great shout, noise from the temple. ജനമെല്ലാം കൂടെ കൂടി, നഗരത്തിൽ ഭയങ്കര ശബ്ദം, മന്ദിരത്തിൽ നിന്നൊരു നാദം. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഈ വാക്യമൊക്കെ നമ്മുടെ ചേട്ടന്മാരെടുത്ത് 1948 ഇസ്രായേൽ ജനിച്ചു എന്നൊക്കെ പറയാറുണ്ട്. എന്റെ പോന്നി ചേട്ടാ, ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും. ഇത് പെന്തക്കോസ്താണ്. പെന്തക്കോസ്തിൽ ഒരു നേഷൻ ജനിച്ചു. ഏതറിയാമോ? ഏതാ നേഷൻ? യേശുക്രിസ്തു പറഞ്ഞില്ലേ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ്, ഈ ഏത് കാലത്താകുന്നു നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു? രാജ്യം, നേഷൻ. കർത്താവ് പറഞ്ഞു, വെയിറ്റ്, യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബി എ വിറ്റ്നസ് ടു ദ ഓൾ വേൾഡ്, ദ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. കർത്താവ് ഞാൻ കൊടുക്കത്തില്ലെന്നും പറഞ്ഞില്ല. ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് God was restoring a new Israel. The new Israel is the nation. Here in Isaiah chapter 66, that child, ആ കുട്ടി എന്ന് പറയുന്നത്, ആൺകുട്ടി എന്ന് പറയുന്നത് ഇസ്രായേൽ. Who is Israel? Jesus Christ. But this is another picture of the birth of Christ. There's a birth of the nation. Who is that nation? Christ. നിങ്ങൾ സംശയം വരില്ലേ? യുനോ, when you read Isaiah chapter 5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ മിസ്രൈമിൽ നിന്നൊരു മുന്തിരി കൊണ്ടുവന്ന് നേത്രമായ മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞവിടെ നട്ടു. ഞാൻ അതിന് വളമിട്ടു, വേലി കെട്ടി എന്നൊക്കെ പറയുന്നു. ഇസ്രായേലിന് ബൈബിൾ കൊടുക്കുന്ന ഒരു മുന്തിരിവള്ളി. ഇസ്രായേൽ as a nation. In John chapter 15 verse 1, യേശു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. I am a true vine. Vine means Israel. I'm a true vine means I'm a true Israel. I'm a true Israel. ഇന്നലെ യാക്കോബിന്റെ ഗ്രഹമായിരുന്നു ഇസ്രായേലെങ്കിൽ now I am Israel. എന്നിൽ വസിപ്പീൻ. എന്നിൽ വസിക്കാത്ത കൊമ്പുകളൊക്കെ ഞാൻ പുറത്ത് ഇട്ട് തീയിലിട്ട് ചുട്ടുകളയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സഹോദരങ്ങൾ നൽകുന്ന സംശയത്തിന്റെ മറുപടി കൂടി ഞാൻ ഇടയ്ക്ക് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. യെശയ്യാ 66 പറഞ്ഞിരിക്കുന്ന ആ ജനമിസ്, അത് ക്രൈസ്റ്റ് ആണ്. പക്ഷെ അത് ആസ് എ നേഷൻ. ഹിയർ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 പറഞ്ഞിരിക്കുന്ന ബർത്ത്, ക്രൈസ്റ്റ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ആസ് എ സൺ ഓഫ് ഗോഡ്. ക്രൈസ്റ്റ് ആസ് എ സൺ ഓഫ് ഗോഡ്. ഓക്കെ, ഞാൻ വെളിപ്പാട് ദിവസം പഠിപ്പിച്ചു വരിക കേട്ടോ. അപ്പൊ 12 തുടങ്ങും, 12 തുടങ്ങുമ്പോൾ ക്രൈസ്റ്റിന്റെ ബർത്തി തുടങ്ങും. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ ക്യാമറയാണ്. ഒന്നാമത്തെ ക്യാമറ കാൽവറി തുടങ്ങി, സെക്കൻഡ് കമ്മിങ്ങോടെ പുതിയ ആലയം സ്വർഗത്തിൽ നിന്ന് തുടങ്ങാൻ മന്ദിരം ആരാ? ന്യൂ ജെറുസലേമാണ് തുറന്നു കംപ്ലീറ്റ്. സെക്കൻഡ് ക്യാമറ ഫ്രം 12 to 14. 12 മുതൽ യേശുവിന്റെ ബർത്ത് മുതൽ മറ്റൊരു ദിവസം സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ മൂർച്ച. 14 അധ്യായത്തിലെ 17 വാക്യം. സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ മൂർച്ചയുള്ള ഒരു കൊങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദിവസം യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കൊങ്കത്തി പിടിച്ചിരുന്നവരോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുടെ കൊങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കൊങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ ഏറ്റവും വലിയ ചക്കിലിട്ടു. ദ ജഡ്ജ്മെന്റ് at the end of the age, the harvest. അപ്പൊ കമോൺ, ഈ ഹാർവെസ്റ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ മുന്തിരിക്കുളയുടെ ഹാർവെസ്റ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് വേറൊരു പിക്ചറാ, വേറൊരു പിക്ചറാ. യവക്കൊയ്ത്ത് നടക്കുന്നത് ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ. ഗോതമ്പ് കൊയ്ത്ത് നടക്കുന്നത് പെന്തിക്കോസ് പെരുന്നാളിന്. മുന്തിരി, മാതളം, ഒലിവ്, മറ്റ് ഇതര ഫലങ്ങൾ
അറുത്തെടുക്കുന്നത് റോഷ് ഹഷന, യോം കിപ്പൂർ തുടങ്ങിയ ആ കാഹളനനി പെരുന്നാൾ, മഹാപാപ പരിഹാര ദിവസം, കൂടാര പെരുന്നാൾ എന്ന് പറയുന്ന തിഷ്രി മാസത്തിലാണ് the harvest is going on. That festival denotes the second coming of Christ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ 14-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ മുന്തിരിക്കുല അറുത്തെടുക്കാൻ പറയുന്നു. അതെന്താ? ജഡ്ജ്മെന്റ്, ഹാർവസ്റ്റ്. അവൻ കതിരിനെ കളപ്പുരയിൽ ശേഖരിക്കുന്നു, പതിരിനെ കോപത്തിൽ തീയിലിട്ട് കത്തിച്ചു കളയുന്നു. ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു, ചക്കിൽ നിന്ന് രക്തം കുതിരയുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. എന്തോ പറ, ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് എ ഫിഗറേറ്റീവ്ലി ടോക്കിംഗ്, അലിഗോറി, സിംബോളിക്കൽ ടോക്കിംഗ്. I'll go through it later. Okay. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് 12 തുടങ്ങുന്ന ക്രിസ്തുവിന്റെ ജനനം മുതൽ അവന്റെ രണ്ടാം വരവ് വരെ. അതാണ് രണ്ടാമത്തെ ഗ്ലോറി ടു, രണ്ടാമത്തെ ക്യാമറ. ഇനി മൂന്നാമത്തെ ക്യാമറ നോക്കി, 15-ാമത്തെ അധ്യായത്തിൽ തുടങ്ങാം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം ആകാശത്ത് കൊണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരും തന്നെ അവനോടുകൂടെ 7 ദൈവക്രോധം തീർന്നു. ഇവിടെ കലശമാണ് കേട്ടോ, കലശം. മുദ്ര, കാഹളം, കലശം, ഇതെല്ലാം ഒരേ നറേഷൻ. 3 ക്യാമറ എന്നാണ്. ഇപ്പൊ മൂന്നാമത്തെ ക്യാമറ 15 മുതൽ തുടങ്ങുക. അതുവരെ തുടങ്ങുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ ക്രോധ കലശം വരുന്നു. അത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. 17, 18 എത്തുമ്പോഴത്തേനും ബാബിലോൺ നഗരത്ത്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റേറ്റ് ജെറുസലേം, ദൈവത്തെ നിന്ദിച്ചു കളഞ്ഞ, തള്ളിക്കളഞ്ഞ വിശ്വാസത്യാഗിനിയായ യെരൂശലേം. അത് ഇറാഖ് അല്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ചില ചേട്ടന്മാർ പറയാറുണ്ട് അത് ഇറാഖാണ്. ഇറാഖിനെ നോക്കിയിരിക്കണം പ്രിയമുള്ളവരെ. ബൈബിൾ അറിയണമെങ്കിൽ നിങ്ങൾ 2 നഗരത്തെ കുറിച്ച് അറിഞ്ഞേ മതിയാകത്തുള്ളൂ. അത് യെരൂശലേമാണ്, മറ്റൊന്ന് ബാബിലോണാണ്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ആധുനിക ഇറാഖാണ്. ഇറാഖിലേതോ കുറുക്കൻ ഓലിയിടുന്നു. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആ മെസ്സേജ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ബൈബിളിക്കൽ. We need to interpret Bible with the Bible, not with internet, not with the modern world. The Bible says, according to the book of Revelation, chapter 18, ഞാൻ അതിനെക്കുറിച്ച് പിന്നെ വിശദീകരിക്കാം, ഇപ്പൊ സമയമൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിനകത്ത് അതിന്റെ പ്രാധാന്യം പറയാൻ താല്പര്യം. 18-ാം അധ്യായത്തിൽ ഒറ്റ വാക്യം കൊണ്ട് അത് ബാബിലോൺ അല്ലെന്ന് ഞാൻ തെളിയിക്കും. ബുദ്ധിയുള്ളവർ കേൾക്കുക. ഒന്നാമത്തത് 20-ാം വാക്യം, 18-20. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉള്ള ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതോടെ അവളെ ചൊല്ലി ആനന്ദപ്പയും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവളോട് ഏതാ? മർമ്മം മതിയാ ബാബിലോൺ. മർമ്മം മഹതിയാ ബാബിലോൺ. ബാബിലോൺ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ദൈവത്തിന്റെ വിശുദ്ധന്മാർക്കും അപ്പോസ്തലന്മാർക്കും ഈ ഇറാഖുമായിട്ട് എന്ത് ബന്ധം? ഏതെങ്കിലും അപ്പോസ്തലന്മാർ ഇറാഖിൽ കൊല്ലപ്പെട്ട, മേ ബി വിശുദ്ധന്മാർക്ക് കൊല്ലപ്പെട്ട് കാണുന്നില്ലെന്നില്ല, ഇതിട്ട് എന്താ ബന്ധം? What kind of relationship with this Babylon? This is all about Jerusalem. 24-ാം വാക്യം. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. മൂന്നാമത്തെ ക്യാമറ കേട്ടോ. മൂന്നാമത്തെ ക്യാമറ വന്നപ്പോ കലശം. അതും സെയിം പാരൽ ആട്ടോ. ഒന്നാമത്തെ പാരൽ, രണ്ടാമത്തെ പാരൽ, ഒന്നാമത്തെ പാരൽ 4 മുതൽ 11 വരെ, രണ്ടാമത്തെ പാരൽ എന്ന് പറഞ്ഞാൽ 12 മുതൽ 14 വരെ, മൂന്നാമത്തെ പാരൽ 15 മുതൽ 19 വരെ. 19 വന്ന് നോക്കി, കുഞ്ഞാടിന്റെ കല്യാണം. അവിടെ ഭയങ്കര വിരുന്ന് നടക്കുക, അത്താഴം, കുഞ്ഞാടിന്റെ കന്താന്റെ അത്താഴം. അപ്പൊ ഓരോന്നിന്റെ എൻഡ് നോക്കിക്കോണേ. ഒന്നിന്റെ എൻഡിൽ രാജ്യത്വം പ്രാപിക്കുന്നു, മറ്റൊരു എൻഡിൽ ഹാർവസ്റ്റ് നടക്കുന്നു. അതേ മൂന്നാമത്തെ ക്യാമറയുടെ എൻഡിൽ എന്ത് നടക്കുന്നു? കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു, അത്താഴം നടക്കുന്നു. തീർന്നിട്ടില്ല കേട്ടോ. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: മൃഗത്തെയും അവന്റെ മുമ്പാകത്ത് താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ച് ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ജഡ്ജ്മെന്റ്. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ടുവന്നു. അവരുടെ മാംസം സകല പക്ഷികളും തൃപ്തി. You can read that these all things from the Isaiah chapter 25:2. So this is the judgment in the day of the Lord at the end of the age.
according to the old covenant. മൂന്നാമത്തെ ക്യാമറ മനസ്സിലായോ? 15 മുതൽ 19 വരെ എല്ലാം അവസാനിക്കുന്ന ഒരു സ്പെഷ്യൽ ജഡ്ജ്മെന്റിൽ അവസാനിക്കും. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് വിത്ത് ജഡ്ജ്മെന്റ്, ഫീസ്റ്റ്, വെഡിങ് ഓഫ് ദ lamb, harvest. Again, അടുത്ത ക്യാമറ. അതാണ് 21ാമത്തെ ക്യാമറ. 20ാം അധ്യായത്തിൽ വരുന്ന 4ാമത്തെ ക്യാമറ. 4ാമത്തെ ക്യാമറയിലേക്ക് വരുമ്പോൾ എന്താണ്? വേറൊരു സീൻ. Christ, the angel of the Lord, coming with the key and with a great chain, with two purposes, officially from heaven, to bind the Satan and to unlock the Hades. എന്തുകൊണ്ട് സാത്താനെ ബന്ധിക്കണം? എന്തുകൊണ്ട് ഹേഡിസ് തുറക്കണം? ഇറ്റ്സ് ഫോർ ഒന്ന്, സാത്താനെ ബന്ധിക്കുന്നത് ഒരു 1000 വർഷത്തെ ഭരണത്തിന് വേണ്ടി. ഹേഡീസ് തുറക്കുന്നത് ബദ്ധന്മാരുടെ വിടുതൽ, ഫോർ ബിൽഡിംഗ് അപ്പ് ദ ചർച്ച്. The old covenant promise. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ the gates of hell shall not prevail. I am going to build my ecclesia. When I will build my ecclesia, the hell, the Hades, the gates of Hades shall never prevail, because I have the key of Hades. According to Revelation chapter 1, verse 17. മരിച്ചവരായിരുന്നു, എന്നേക്ക് ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. Interpreting Bible with the Bible. Don't forget. And this is ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞ അത് റീക്യാപ്ചുലേഷൻ ആണ്. പഴയതിനെ വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവരാം. തുടങ്ങുന്ന എന്തുവാ? സാത്താനെ ബന്ധിക്കും. It happened in the after resurrection. Okay. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എവിടെയാണ്? ആഫ്റ്റർ റിസറക്ഷൻ. 4ാം അധ്യായം തുടങ്ങുന്നത് എന്താ? ഡെത്ത്, ക്രോസ്, ബർത്ത്, ഡെത്ത്, ബർത്ത്, റിസറക്ഷൻ. അപ്പൊ റിസറക്ഷനിൽ ആരംഭിക്കുക. അപ്പം ഈ ചങ്ങല ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇത് അപ്ലൈ ചെയ്തപ്പോഴാണ്, അവനെ ബന്ധിച്ചപ്പോഴാണ് കുരിശിലാണ്. അപ്പൊ കുരിശിലാണ് സാത്താൻ ബന്ധിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ കുരിശിൽ അവന്റെ ഉയർപ്പിന് ശേഷമാണ് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നത്. ഈ വാഴ്ച അല്ലെങ്കിൽ ഈ ഒരു നറേഷൻ അവന്റെ റിസറക്ഷൻ ശേഷമുള്ളത് എവിടെ കൊണ്ട് അവസാനിക്കുന്നത്? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്ക്ക് തള്ളിയിട്ടു. ഇത് 2ാമത്തെ ഭരണം, ജീവനിലെ പുസ്തകം പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്ത്. ഇതും ജഡ്ജ്മെന്റിൽ അവസാനിച്ചു. ദിസ് ഈസ് എ റീക്യാപ്ചുലേഷൻ. വീണ്ടും അതിനെന്ത് ചെയ്യുക? പുനരാവിഷ്കരണം ചെയ്യുക. 4th ക്യാമറ. വെളിപ്പാട് ദിവസം നിങ്ങൾക്ക് ഏറെക്കുറെ എന്തെങ്കിലും ഒന്ന് മനസ്സിലായി വിചാരിക്കും. This is the second part of why God came and binding Satan. നിങ്ങൾക്കിത് ഒരു അടിസ്ഥാനമായിട്ട് ഇരിക്കട്ടെ എന്ന് നൽകിയതേ ഉള്ളൂ. ആൻഡ് ഐ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മറ്റൊരു കാര്യം പഠിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറന്നുപോലെ 21 മുതൽ 22, 21, 22 അനദർ ക്യാമറയാണ്. അത് ന്യൂ കവനന്റിലേക്കുള്ള ക്യാമറയാണ്. അത് ഫോക്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾസോ ഹാപ്പൻഡ് in AD 70. നമ്മൾ അതിലേക്ക് പിന്നെ പോകാം. തൽക്കാലം നമ്മുടെ വിഷയവുമായിട്ട് അതിന് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. പുതിയ ആകാശം, പുതിയ ഭൂമി, പിന്നെ ഇറ്റ്സ് എ ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് എ വെരി വെരി ബിഗ് സബ്ജക്ട്സ്. May God open our eyes to see the revelations and help us to open our hearts to grasp everything, to accept the truth. Once again, my humble request ഞാൻ പറഞ്ഞെല്ലാം വിഴുങ്ങരുത്. ആവശ്യമില്ല. Check with the word whether it's true or not. ആ പാസ്റ്റർ പറയുന്നുണ്ടോ, ഈ പാസ്റ്റർ പറയുന്നുണ്ടോ? If you go after the pastors, you will be deceived totally. Don't go after me too. Go after the word. Be a Berean. Check with the word whether it is true or not. Ask the Holy Spirit. ഞാൻ വെറുതെ ഇവിടെ വന്ന് നിന്നിട്ട് എൻ്റെ അറിവെല്ലാം കൂടെ പറയാൻ പോയാൽ എനിക്ക് ഒരു പ്രയോജനമില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയുടെ മുമ്പ് വരുന്നത്. ചില സമയത്ത് ഞാൻ രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. രാത്രിയിൽ വന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് ഞാൻ
എഴുന്നേറ്റ് വന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ എം ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, നോ ഇറ്റ് വാട്ട് ഇസ് ട്രൂ. കൺഫർമേഷൻ വരാതെ നമ്മൾ പറയാറ്. പക്ഷെ ഞാൻ ആശയങ്ങൾ പങ്കുവെക്കുമ്പോഴോ എൻ്റെ ഭാഷയുടെ പരിമിതി കൊണ്ടോ ഒക്കെ ഒരു പക്ഷേ മേ ബി അതിനകത്ത് ക്ലാരിറ്റിയോ എററോ ഒക്കെ വരാം ആസ് എ ഹ്യൂമൻ ബീയിങ്. പക്ഷെ ലെറ്റ് ദ ഹോളി ഗോസ്റ്റ്, അവർ ഡിയർ ഗോഡ്, everlasting Father, the eternal wisdom will give us guidance and prudence. എല്ലാവരും അനുഗ്രഹിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സർവശക്തൻ എല്ലാവരെയും കൃപയിൽ സൂക്ഷിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.